യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനത്തിലുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. BCCIയുടെ തലവൻ അജിത് അഗാക്കർ അധ്യക്ഷനായ ദേശീയ സെലക്ഷൻ കമ്മിറ്റി ഓഗസ്റ്റ് 19 അല്ലെങ്കിൽ 20 അന്തിമമായിട്ടുള്ള ടീം പ്രഖ്യാപിക്കുമെന്നാണ് PTA റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനത്തിലുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. BCCIയുടെ തലവൻ അജിത് അഗാക്കർ അധ്യക്ഷനായ ദേശീയ സെലക്ഷൻ കമ്മിറ്റി ഓഗസ്റ്റ് 19 അതല്ല എങ്കിൽ 20 അന്തിമമായ ടീം പ്രഖ്യാപിക്കുമെന്നാണ് PTA റിപ്പോർട്ടുകൾ ചെയ്യുന്നത്. എന്നാൽ താരങ്ങളുടെ ആരോഗ്യനില സംബന്ധിച്ച അന്തിമ മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിക്കുന്നതുവരെ തീരുമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഇന്ത്യൻ ടീമിന്റെ നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പ് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനാണ് വീണ്ടും നേതൃത്വ ചുമതല ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത. എങ്കിലും ഇംഗ്ലണ്ട് പര്യടനത്തിൽ മികച്ച ഫോമിലായിരുന്ന ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശക്തമായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനമുറപ്പിച്ചതായി സൂചനകളുണ്ട്. കഴിഞ്ഞ സീസണുകളിൽ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച സഞ്ജു വിക്കറ്റിന് മുന്നിലും പിന്നിലും തിളങ്ങിയതാണ് സെലക്ടർമാരുടെ വിശ്വാസം നേടാൻ കാരണമായത്. അദ്ദേഹം 1ാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. 2ാം വിക്കറ്റ് കീപ്പറുടെ സ്ഥാനത്തേക്ക് ജിതേഷ് ശർമ്മയും ധ്രുവ് ജുറേലും തമ്മിലാണ് കടുത്ത മത്സരം നിലനിൽക്കുന്നത്. ജിതേഷിന്റെ IPLലെ പ്രകടനവും ഫിനിഷർ കഴിവും അദ്ദേഹത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട്. ഇഷാൻ കിഷനെ പരിഗണിക്കാനും വിദൂരമായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. സൂര്യകുമാറിനൊപ്പം അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവരാണ് ടോപ്പ് ഓർഡറിൽ പ്രധാന സ്ഥാനാർത്ഥികൾ. എന്നാൽ ഈ നിരയിൽ യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, KL രാഹുൽ തുടങ്ങിയ താരങ്ങൾക്ക് ഇടം ലഭിക്കാത്ത സാധ്യത കൂടുതലാണ്. അഭിഷേക് ശർമ്മയുടെ ICC 1ാം റാങ്ക്, ഗില്ലിന്റെ സ്ഥിരതയാർന്ന ഫോം, സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പിംഗ് കഴിവ് ഇവയെല്ലാം കൂടി സെലക്ടർമാർക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ നിലവിൽ പ്രകടനം കാഴ്ചവെച്ച താരങ്ങളുടെ നിറവ് ചില പ്രമുഖരെ പുറത്താക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. പേസ് വിഭാഗത്തിൽ ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം ഉറപ്പാണ്. പരിക്കിനെ തുടർന്നും ഏറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്നത് ഇന്ത്യൻ ബൗളിംഗ് ആക്രമണത്തിന് കൂടുതൽ ബലമായേക്കും. ബുംറയ്ക്കൊപ്പം അർഷദീപ് സിംഗ് സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 3ാം സീമർ സ്ഥാനത്തേക്ക് പ്രസിദ്ധ് കൃഷ്ണയും ഹർഷിത് റാണയും തമ്മിലാണ് പ്രധാനമായിട്ടുള്ള മത്സരം. പ്രസിദ്ധ് കഴിഞ്ഞ IPL സീസണിൽ 25 വിക്കറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചിരുന്നു. ഹർഷിത് പരിശീലകനായ ഗൗതം ഗംഭീറിന്റെ അടുത്ത ആളായതിനാൽ ചിലർക്കിടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാവും. സ്പിൻ വിഭാഗത്തിൽ കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായി ഉറപ്പായിട്ടുള്ളത്. സ്പിൻ ഓൾറൗണ്ടർമാരായി അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ടീമിൽ ഇടം പിടിക്കും. ടീമിന്റെ ബാലൻസ് ഉറപ്പാക്കുന്നതിൽ ഓൾറൗണ്ടർമാർക്ക് നിർണായക പങ്കുണ്ട്. ഹാർദിക് പാണ്ഡ്യ ടീമിലെ സ്ഥിരം അംഗമാണ്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ പരിക്കേറ്റ നിതീഷ് കുമാർ റെഡ്ഡി പുറത്തായിരിക്കുമ്പോൾ തിരിച്ചുവരവിൽ തിളങ്ങിയ ശിവൻ ദുബെ ടീമിൽ പ്രവേശിക്കാൻ സാധ്യതകൾ ഏറെയാണ്. ബാറ്റും ബോളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇത്തരം താരങ്ങളുടെ പങ്ക് പ്രത്യേകിച്ച് ടൂർണമെന്റിൽ കഠിന ഘട്ടങ്ങളിൽ വിലപ്പെട്ടതാണ്. 19, 20 ഓഗസ്റ്റ് തീയതികളിൽ ടീമിന്റെ അന്തിമമായിട്ടുള്ള പട്ടിക പുറത്തു വന്നേക്കും. സൂര്യകുമാറോ ഗില്ലോ ക്യാപ്റ്റൻ, പ്രസിദ്ധ് കൃഷ്ണയോ ഹർഷിത് റാണയോ 3ാം സീമർ, ജിതേഷ് ശർമ്മയോ ജുറേലോ 2ാം വിക്കറ്റ് കീപ്പർ, ഇതെല്ലാം ഇപ്പോഴും തുറന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ശക്തമായ ഉറപ്പുണ്ട്, ഏഷ്യ കപ്പിനായി അനുഭവ സമ്പത്തുള്ള താരങ്ങൾ അടങ്ങിയ ടീമായിട്ടായിരിക്കും ഇന്ത്യ ഇറങ്ങുക.